എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇന്ന് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ വിഭവമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞളാണ്, പച്ച മഞ്ഞളാണ്. സാധാരണ നമ്മൾ ഒരു നുള്ള മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കറികളിൽ ചേർക്കുന്നതിന് പകരമായിട്ട് ഇന്ന് നമ്മളൊരു മഞ്ഞളുടെ കറിയായി നമ്മളൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മഞ്ഞൾ, പച്ചമഞ്ഞൾ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണ്. സംഭവം വളരെ ഹെൽത്തിയാണ്. തണുപ്പ് കാലത്തൊക്കെ ടേസ്റ്റിയാണ്. അതെ, ടേസ്റ്റാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇനി ഇത് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ നമുക്ക് അതെല്ലാം കൂടെ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ, മറ്റേ ആ ബെല്ലൈക്കൺ ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്തൊന്ന് ഉഷാറാക്കി എടുക്കണം കേട്ടോ. കമന്റ് ഒക്കെ ഇട്ടാൽ നമുക്കൊരു സന്തോഷമാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോഴേ നമ്മുടെ മഞ്ഞളിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ചെറിയതായിട്ട് മറ്റേ ഇതിൽ എന്തോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ബാക്കി പരിപാടി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം തന്നെ ചീനച്ചട്ടി നമ്മൾ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് എണ്ണയിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇതിന് എണ്ണ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അഴുക്കായി പോകും, വേറെ ടേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് നമ്മളിപ്പം നെയ്യാണ് എടുക്കുന്നത്. അപ്പോൾ ചട്ടി നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തൊരു നെയ്യ് ഒഴിച്ചു കൊടുക്കുക. തണുപ്പായതുകൊണ്ട് നെയ്യൊക്കെ കട്ടയായി, അല്ലെങ്കിൽ നെയ്യ് കട്ടയാവുമല്ലേ. ഇത് എത്ര ഗ്രാം നെയ്യ്? ഇതിപ്പോ 20 ഗ്രാം നെയ്യാണ് നമുക്ക് ഇനി ആവശ്യമുണ്ട്. നെയ്യ് തന്നെ വേണം നമുക്ക് ഈ ഇതിന്റെ സകല പരിപാടിയും നമ്മൾ നെയ്യിലാണ് ചെയ്യുന്നത്. അതാണ് ഇതിന് ഈ ഒരു ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നെയ്യ് നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അപ്പം നെയ്യ് നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച മഞ്ഞൾ കുറേശ്ശെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ നെയ്യ് തന്നെ വേണം നമുക്കത് വെന്ത് കിട്ടാൻ. അതെ, ഇതിൻ്റെ അത് ഒരു 6 മിനിറ്റ് മാക്സിമം. അതിന് മുകളിൽ നമ്മളിത് വേവിക്കാനും പറ്റത്തില്ല. ഇതല്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല ഭംഗിയായിട്ട്. അപ്പം നെയ്യ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറുപ്പം കരിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ശകലം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ നെയ്യ് വേണം. ഇതിപ്പോൾ ഏകദേശം ഒരു 250 ഗ്രാമിൻ്റെ അടുത്തുണ്ട് നമ്മുടെ ഈ മഞ്ഞൾ നമ്മൾ റെഡിയാക്കി എടുത്തത്. ഇതിന് എത്രമാത്രം മഞ്ഞളുണ്ടോ അത്രയും തന്നെ നെയ്യ് എടുത്ത് വേണമെങ്കിലും ഉണ്ടാക്കുന്നത്. ഇതുണ്ടല്ലോ, ഈ തണുപ്പ് സമയത്ത് ഈ നോർത്ത് ഇന്ത്യയിലൊരു പ്രത്യേക ഡിഷാണ് ഈ സംഭവം. എല്ലാവരും കഴിക്കുന്നൊരു സാധനമാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം. ഈ തണുപ്പിനെ പ്രതിരോധിക്കാനൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അത്യാവശ്യം കുറച്ചുകൂടെ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെച്ചാലേ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത്. എന്നാൽ ഇപ്പം ലോ ഫ്ലെയിമിലിരിക്കുന്നത് ഇച്ചിരി മീഡിയം ഫ്ലെയിമിൽ വേണം. അപ്പം ഈ മഞ്ഞൾ ഒരുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ കയ്യേലിന്റെ കളർ പിടിക്കുന്നു. കയ്യിൽ കളർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോകാനായിട്ട് ഇച്ചിരി മിനിമം കുറച്ച് ദിവസം എടുക്കും റെഡിയായി വരണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇതൊന്ന് നല്ലപോലെ വെന്ത് കിട്ടുന്നത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മഞ്ഞൾ ഏകദേശം അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൺ, അതായത് ഗ്രീൻ പീസ്. ഇത് പച്ചയാണ്, നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പൊളിച്ചെടുത്ത് എടുക്കുന്ന സാധനം ഇത്. നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പച്ച മട്ടൺ വെച്ചിട്ടുള്ള വേറെ. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു. അതിന്റെ ലിങ്ക് നമ്മൾ മേടിൽ കൊടുത്തേക്കാം. നമ്മുടെ താമരയുടെ വിത്ത് വെച്ച് ചെയ്തൊരു സംഭവം. അത് നല്ല അടിപൊളി ഒരു ഡിഷായിരുന്നു. അപ്പം ഇത് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ മട്ടർ ഏകദേശം അത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് വേഗം, കാര്യം പച്ചയായതുകൊണ്ട്. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത്. കംപ്ലീറ്റ് നമ്മൾ നമ്മൾ സാധാരണ വെക്കുന്ന കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മള് വെള്ളവും എണ്ണയും ഒക്കെ ഇട്ടല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ അത് നമ്മള് നെയ്യ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സംഭവം. നെയ്യും വേറെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വഴിയെ കാണിച്ചു തരാം.
ഇതൊന്ന് വേകുന്നതിന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് മുഴുവൻ വേണ്ട, ഇതിന്റെ പകുതി വേഗം വേറെ അടുത്ത സാധനങ്ങൾ ഇടാനുണ്ട്. നമുക്ക് ഇതിനകത്ത് സവോള വേണമെങ്കിൽ ചേർക്കാം. മട്ടർ ഇടുന്നതിന് മുമ്പ് നമുക്ക് സവോളയുടെ ടേസ്റ്റ് അങ്ങനെ മുൻപന്തി വരത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ചില ആൾക്കാർക്ക് സവോള താല്പര്യമില്ല. അതെ, ചിലർക്ക് സവോള ഇട്ട് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. കൂടുതലും നമ്മള് ഈ ഒരു രീതിയിൽ ഇവിടെ ക്ഷേത്രങ്ങളിലൊക്കെ വെക്കുന്നത് സവോള ഇല്ലാതായിരിക്കും ഇത് വെക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ ഒരു എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലെ ഈ കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് ഈ സമയമാകുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ മഞ്ഞൾ ഇഷ്ടം പോലെ വരാൻ തുടങ്ങും. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്യാനും ആയിട്ട് അവര് കഴിക്കുന്ന ഒരു സാധനം. അപ്പൊ എന്തായാലും അത് ചെറുതായിട്ടൊന്ന് വേഗുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ മട്ടറെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട സാധനം വെച്ചാൽ ഇത് ജീരകമാണ്, ചെറിയ ജീരകം. ഇനി നമുക്ക് ജീരകം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ ചേർക്കേണ്ടത് മുളക് പൊടി. സാധാരണ എല്ലാ കറികളും നമ്മൾ ചേർക്കുന്ന ഒരു സാധനം മഞ്ഞൾ, പക്ഷെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ ആവശ്യത്തിന് നമ്മൾ മുളക് പൊടി ചേർത്ത്. ഇപ്പൊ കാശ്മീരി പൗഡറാണ് കൊണ്ടിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് വെച്ചാൽ ഒരു സ്വല്പം മല്ലിപ്പൊടി. ഇനി വേണ്ടത് നമ്മുടെ ഗരം മസാല, അതൊരു നുള്ള്. ഇതിന്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞു. അതെ, ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. തീ ഇച്ചിരി കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ മഞ്ഞളൊക്കെ അത്യാവശ്യം നന്നായിട്ട് മഞ്ഞളും മട്ടറും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തു. മഞ്ഞളും നന്നായിട്ട് വെന്തിട്ട് വേണം നമുക്ക് ഇത് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് നല്ലപോലെ വേഗണം. ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത്, എണ്ണ യൂസ് ചെയ്യരുത്. അപ്പം ഏകദേശം അതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കത് ഒരു 2 തക്കാളി ചെറുതായിട്ട് നമ്മളത് ചെറിയ തക്കാളിയാണ്, അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തക്കാളിയൊക്കെ ചെറുതായിട്ട് അരിയുന്നതായിരിക്കും പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ നല്ലത്. അപ്പൊ ഇനി നമുക്ക് ആ ഒരു തക്കാളിയുടെ വെള്ളത്തിൽ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കൂടരുത്, ഒന്ന് അടച്ചു വെക്കുക. അതനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് നടുക്കോട്ടാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിപ്പോൾ തുറന്നു. അപ്പോൾ നമ്മുടെ സംഭവമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട സാധനമുണ്ട്. പാത്രം വെച്ച സൗണ്ട് മേടിക്കണ്ട. ഇനി നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തു. നെയ്യൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഊർന്ന് വരാനായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി അടുത്ത ഒരു ചേരുവയുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തീയെ ലോ ഫ്ലെയിം ആയിരിക്കണം. അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൈരാണ്, തൈര് പുളിയില്ലാത്ത നല്ല തൈരാണ്. അപ്പം അത് 1 കപ്പ് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉള്ളതെന്ന് പറയാനായിട്ട് ഈ തൈര് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യത്. ഇപ്പം കളറൊക്കെ മാറി. നമ്മൾ ഈ മഞ്ഞളുണ്ടല്ലോ അരിഞ്ഞു വെച്ച് ഇച്ചിരി സമയം കഴിയുമ്പോഴത്തേക്ക് ഇതിന് കറുപ്പ് നിറം വരും. മഞ്ഞൾ കറുപ്പ്, പക്ഷെ കറുത്തെന്ന് പറഞ്ഞാൽ അതിന് ഗുണമൊന്നും പോകത്തില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് സാധനം. ഇനിയിപ്പോൾ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പരിപാടി കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇനി നമുക്ക് പതുക്കെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇവനെ എടുത്ത് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. വലിയ ചൂടില്ല, നമ്മൾ ഇപ്പുറത്തേലോട്ടെടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഇപ്പം നമ്മൾ
നമ്മുടെ സംഭവം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറെ ചെറിയൊരു ചീനച്ചട്ടി നമ്മൾ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ നെയ്യുള്ള ഒരു ഡിഷാണ്. ഇച്ചിരി കൂടുതൽ. ഇപ്പം നമ്മൾ ഏകദേശം 60 ഗ്രാം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഓരോ പാക്കറ്റും 20 ഗ്രാമിന്റെ പാക്കറ്റാണ് ഇത്. ഇവിടെ നമുക്ക് ഇങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും, ചെറിയ ചെറിയ. അപ്പം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് ഇപ്പൊ അങ്ങനെ നമ്മൾ ഉപയോഗിച്ചാൽ അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി. ഇത്ര വേണം. നമ്മുടെ എടുക്കുന്ന മഞ്ഞളിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം, കൂട്ടി കൊടുക്കാം. ഏട്ടനത് മുഴുവൻ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. 1 ഗ്രാം പോലും നമ്മൾ വേസ്റ്റ് ആക്കത്തില്ല. അപ്പൊ കൃത്യം 20 ഗ്രാം. ഇനി ഇതൊന്ന് ചൂടാകണം. ഇപ്പൊ നമ്മുടെ നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തോട്ട് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. നെയ്യുടെ മണം വന്ന് അപ്പൊ ഇനി ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക വെച്ചാൽ ഇത് ഇഞ്ചിപ്പൊടിയാണ്. പിന്നെ നമുക്ക് ഒരു സ്വല്പം കായപ്പൊടി. മതി, ഇത്ര മതി. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇഞ്ചി കൂടെ ചതച്ചെടുത്തതാണ്. ഇതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, കയ്യിലോട്ട് തിളച്ച നെയ്യ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നവരെ നമ്മളത് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ സാധനം എടുത്തിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ തോടെ എടുത്താൽ കമത്തി. ചെറിയ ചൂടൊക്കെ ഉണ്ട്, കൈയൊക്കെ പൊള്ളുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മസാല എല്ലാം നല്ലതായിട്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റവ് നിർത്തിയതിന് ശേഷം നമുക്ക് സ്റ്റവ് നിർത്തിയിട്ട് ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിതിൻ്റെ പുറത്തോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ, ഇഷ്ടമല്ലെങ്കിൽ ചിലർക്ക് മല്ലിയില ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. മതി, നമുക്ക് ഇത്ര മതി. അതിനുശേഷം ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി സെറ്റായി, കറി റെഡിയായി. ഇനി നമുക്കിതൊന്ന് രുചിച്ച് നോക്കുക. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇത് നമ്മുടെ റൊട്ടിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിരിക്കും. ഇത് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ചപ്പാത്തി, റൊട്ടി, നാന് അങ്ങനെയുള്ള സാധനങ്ങളുടെ കൂടെ കഴിക്കാനായിട്ട്. ഗോതമ്പിന്റെയോ അപ്പൊ ഇനി നമുക്ക് ടേസ്റ്റ് ശരി. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോഴേ നമ്മുടെ കറിയെല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു മണമൊക്കെ വരുന്നുണ്ട്. പച്ചമഞ്ഞൾ കറി. അതെ. അപ്പൊ നമ്മള് ഇന്ന് ഇതിന്റെ കൂടെ കഴിക്കാൻ പോകുന്നത് ഗോതമ്പിന്റെ പുട്ടാണ്. ചപ്പാത്തി, പുട്ട് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിന്. ഗോതമ്പിന്റെ റെസിപ്പികളായിരിക്കും ഇതിനകത്ത് നല്ലത്. നമുക്ക് ഇതിന്റെ പുറത്തോട്ട് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പൊ ഇതിനകത്ത് നെയ്യൊക്കെ ഇങ്ങനെ മാറി വിട്ട് വരുന്നത് കേട്ടോ, നമ്മൾ എടുക്കുന്ന അനുസരിച്ചിട്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറിയുടെ കൂടെ തന്നെ നെയ്യ് വരുന്നില്ല, അതാണ് അതിൻ്റെ അകത്തൊരു പ്രത്യേകത. വിട്ട് നിൽക്കുക. നല്ല മണമാണ് സംഭവത്തിന്. ആ ഒരു നെയ്യുടെ എല്ലാം കൂടെ മണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട് അല്ലേ? ചൂടുണ്ട്, ചൂട്. അതെ, ഞാൻ നോക്കട്ടെ. ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ? അടിപൊളി. കുറച്ച് അത് മാത്രം ഒരു വ്യത്യസ്തമായ രുചിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാ. രുചിയേക്കാൾ വരും ഹെൽത്തിയാണ്. നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ സ്ഥലത്തൊക്കെ തണുപ്പ് കാലത്ത് സാധാരണയായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനം ഇത്.
തണുപ്പിനെ പ്രതിരോധിക്കാനും നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. പച്ചമഞ്ഞൾ കിട്ടുമല്ലോ, നമുക്ക് മാർക്കറ്റിലൊക്കെ പച്ചമഞ്ഞൾ കിട്ടുമല്ലോ, നമ്മുടെ വീടുകളിലൊക്കെ അപ്പൊ പച്ചമഞ്ഞൾ എടുത്തിട്ട് ഈ സംഭവം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി സാധനമാണ്. അപ്പൊ നമുക്കേ ഇത് കൂട്ടി ഒരു പിടുത്തം ഒന്ന് പിടിക്കട്ടെ. അപ്പൊ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതെ, അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് എഴുതിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.